ശ്രീ ഷോൺ ജോർജ്, യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ഞെട്ടലുണ്ടായ ഒരു സംഭവമാണ് കുമളിയിൽ ഉണ്ടായത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ സൂചിപ്പിച്ചതുപോലെ ഈ വാർത്ത ഇന്നാണ് പുറം ലോകം അറിയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വാർത്ത മൂടിവെക്കപ്പെടാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായി. ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഒഴികെ ആരും തന്നെ ഈ വിഷയം ഏറ്റെടുക്കുന്ന ഒരു കാര്യമുണ്ടായില്ല. നമുക്കറിയാം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലം ഇതിന്റെ പുറകിലുണ്ട്. മതമാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലേ യഥാർത്ഥത്തിൽ ഈ വാർത്തയെ ഇങ്ങനെ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വിലങ്ങുതടിയായി നിന്നത്? യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മതത്തിന്റെ പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതീവ സൂക്ഷ്മമായി നമ്മൾ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ പാകിസ്ഥാനികളെ കാണും, അല്ലെങ്കിൽ നമ്മളൊക്കെ ശത്രുതയുള്ള, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞിനെ മുതൽ നമ്മുടെ ശത്രു രാജ്യമെന്ന് കേട്ടിട്ടുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളുകൊണ്ട് ചിലപ്പോൾ അവരോട് ഇഷ്ടം ഉണ്ടാകില്ല. പക്ഷെ അവരോട് നമ്മൾ മോശമായി പെരുമാറുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാറില്ല. നമ്മളിപ്പോൾ ദുബായിൽ പോയെന്നാൽ നമ്മൾ കാണുന്നതിൽ ഒരു 20% ആളുകളും പാകിസ്ഥാനികളാണ്. എന്ന് വെച്ചാൽ നമ്മൾ അവരോട് ദേഷ്യത്തോടെ നോക്കുകയോ പെരുമാറുകയോ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒരുമിച്ച് സംസാരിക്കുകയും എവിടെയാണെന്ന് ചോദിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ കുമളിയിൽ തേക്കടിയിൽ ആ ഒരു ചെറുപ്പക്കാരൻ, കാശ്മീരുകാരനായ ആ ചെറുപ്പക്കാരൻ, ഇവർ ഇസ്രായേൽ സ്വദേശികളാണ്, അവർ ജൂതന്മാരാണ് എന്ന് അറിഞ്ഞപ്പോഴേ അയാൾ പൊട്ടിത്തെറിക്കുന്നൊരു സാഹചര്യവും, പിന്നീട് അവിടുത്തെ ഉത്തരവാദിത്വ ബോധമുള്ള, ഈ രാജ്യത്തെക്കുറിച്ചും ഈ സംസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായ ബോധമുള്ള അവിടുത്തെ വ്യാപാരികൾ കൃത്യമായി ഇടപെടുകയും അയാൾക്ക് നേരെ വ്യാപാരികൾ ആക്രോശിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അവർ ഇടപെടുകയും ചെയ്തപ്പോൾ അയാൾ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു വികാരമാണ് പുറത്തു വന്നത്. അപ്പോൾ ഇങ്ങനെ കാശ്മീരിൽ നിന്നും അവിടെ ഏതെങ്കിലും തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ആളുകൾ ഇത്തരത്തിലൂടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അല്ലാതെയുമായി ഇവർ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവർ നാളെ, ഇപ്പോൾ ഇന്ന് ഇസ്രായേൽ ജനതയെ കാണുമ്പം അവർ പ്രതികരിച്ചെങ്കിൽ നാളെ ഇന്ത്യ മഹാരാജ്യം പാലസ്തീനെതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ ഇവർ നാളെ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആദ്യം ബൽദേവ് സാർ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഇത് ഇന്ന് പുറത്തു വന്നൊരു വിഷയമല്ല, ഇത് മിനിങ്ങാന്നാണ് ഈ വിഷയം. അതായത് ബുധനാഴ്ചയാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. ഈ പ്രശ്നമുണ്ടായ അരമണിക്കൂറിനകം ഞാൻ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം വിളിച്ചത് കുമളി CI ആണ്. ഞാൻ കുമളി CI, അപ്പോൾ പോലീസ് അറിഞ്ഞില്ല എന്ന് പറയരുത്, കുമളി CIയെ വിളിച്ച്, അദ്ദേഹം ആരാണെന്ന് പോലും അറിയില്ല, CIയുടെ ഓഫീഷ്യൽ നമ്പറിലാണ് ഞാൻ വിളിച്ചത്. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം. അദ്ദേഹം എന്നോട് ഇന്നതാണ് കാര്യം, ഇന്ന പോലെ ഉണ്ടായി, അവിടെ വ്യാപാരികൾ പ്രതികരിച്ചു, അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. പിന്നെ ഈ പാലസ്തീൻ ഇസ്രായേൽ സ്വദേശികളായ വ്യക്തികൾ, അവർ ജൂതന്മാരാണ്, അവർ പറഞ്ഞു അവർക്ക് പരാതി കൊടുക്കാൻ അവർ തയ്യാറല്ല. കാരണം അവർക്ക് അവരുടെ മുമ്പോട്ടുള്ള അവരുടെ യാത്രയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ പിന്നീട് അത് തടസ്സമാകും. കാരണം അവരവിടുന്ന് അന്ന് രാത്രിയിൽ അവിടെ നിന്നും അവർ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് പരാതിയായി, പോലീസായി, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇത് വിവാദമായി വലിച്ചിഴയ്ക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ പോയി. പക്ഷേ ഇത് വിവാദമായെങ്കിലും അല്ലെങ്കിലും അവരവരുടെ നാട്ടിൽ ചെന്നുകൊണ്ട് തങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നുണ്ടായ ഈ ദുരനുഭവത്തെ സംബന്ധിച്ച് അവർ തീർച്ചയായും പറയും. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ച് മാത്രമല്ല കേരളത്തിൻ്റെ ടൂറിസം, ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പലരും സൂചിപ്പിച്ചൊരു വിഷയം, കേരളത്തിൻ്റെ ടൂറിസം സെക്ടറിന് ഇത് വലിയ ഒരു ക്ഷീണമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 3 ദിവസം മുമ്പ് നടന്നൊരു കാര്യം സർക്കാർ അറിഞ്ഞിട്ടില്ല. ഇത് പിണറായി വിജയന് അന്നെങ്കിൽ പിന്നെ ഇദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. കാരണം അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അതായത് പ്രത്യേകിച്ച് പറയേണ്ടത്, ഇതൊരു ഇന്ത്യയുടെ ഒരു ഫ്രണ്ട്ലി നേഷനാണ്. അങ്ങനെ അതിന് സെക്ഷൻ തന്നെ ഉണ്ട്, എ വാർ അഗൻസ്റ്റ് എ ഫ്രണ്ട്ലി നേഷൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സൗഹൃദ രാജ്യവുമായി യുദ്ധം പ്രഖ്യാപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, അതിനെ കേസെടുക്കാൻ തന്നെ നിയമത്തിൽ വകുപ്പുണ്ട്. അപ്പോൾ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അപ്പോൾ അവർ പരാതി തന്നില്ലെങ്കിൽ പോലും പോലീസ് ഈ വിഷയത്തിൽ സൊമോട്ടോ കേസെടുക്കേണ്ടതായിരുന്നു. മാത്രമല്ല ഈ പ്രവണത ഇത് എവിടെ ചെന്ന് നിൽക്കും? കാശ്മീരുകാരനായ ഒരാൾ, സത്യം പറഞ്ഞാൽ അയാളൊരു സ്ലീപ്പർ സെൽ എന്ന് പറയാം, അയാൾ ഒളിച്ചിരിക്കുന്ന തീവ്രവാദ ചിന്താഗതിയുള്ള ഇന്ത്യയോട്, അതായത് ഇസ്രായേലിനോട്
അയാൾക്ക് ഈ വിരോധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജൂതനോട് ഈ വിരോധമുണ്ടെങ്കിൽ അയാൾ തീർച്ചയായും ഇന്ത്യയുടെയും ശത്രുവായിരിക്കും. കാരണം ഇന്ത്യ ഇസ്രായേൽ ബന്ധം എല്ലാവർക്കും വ്യക്തമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ ഇസ്രായേൽ രാജ്യത്തോടും അവരുടെ പൗരനോടും ഈ ദേഷ്യമുണ്ടെങ്കിൽ, അവനത് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ അവിടെ ആ കുമളയിൽ ഒരു മനുഷ്യബോംബായി മാറാൻ അവന് ഒരു മടിയുമില്ല എന്ന അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ അതീവ ഗൗരവമായി കാണുവാനും, ഇപ്പോൾ ഇവിടെ കുമളിയിലെ വ്യാപാരികൾ ഈ വിഷയത്തിൽ വളരെ മാന്യമായ സമീപനം, അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്? അയാൾ ഇനി അവിടെ കച്ചവടം നടത്താൻ പാടില്ല. ഒരു വ്യാപാരി വ്യവസ്ഥയുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുക. പിന്നെ അവർ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു, അവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം കൂടെ, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ ഈ പ്രത്യേകിച്ച് കാശ്മീർ പോലെയുള്ള പ്രദേശത്ത്, കാശ്മീർ ഇതിനേക്കാൾ സുന്ദരമാണിപ്പോൾ. കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനത്തേക്ക് 1,80,00,000 ആളുകളാണ് ദൈവത്തിൻ്റെ സ്വന്തം മണ്ണിലേക്ക് വന്നെങ്കിൽ, ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന കാശ്മീരിലേക്ക്, അതായത് ഈ അവിടെ നിന്ന് ആക്രോശിച്ച ആ ചെറുപ്പക്കാരൻ്റെ നാട്ടിലേക്ക് 1,98,00,000 സഞ്ചാരികളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഈ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം 1,18,00,000 വിനോദസഞ്ചാരികൾ അവിടെ കേരളത്തെക്കാൾ കൂടുതലായി കാശ്മീരിലെത്തി. അത്രമാത്രം വളരുകയാണ് അവിടുത്തെ ടൂറിസം. എന്നിട്ട് പോലും അങ്ങോട്ടേക്ക് പോകാതെ അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അതാണ് സംശയകരമായത്. ശ്രീ ഷോൺ ജോർജ്, ഇതിൽ മജോ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ചർച്ചയുടെ തുടക്കത്തിൽ മജോ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. നേരത്തെ ഒട്ടേറെ കാശ്മീരി വ്യാപാരികൾ കേരളത്തിൽ വന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം വ്യാപാരം നടത്തുന്ന ഒരു പ്രവണത കൂടുതലായിരുന്നു. പക്ഷേ ആ കാശ്മീരി വ്യാപാരികളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം എന്ന് പറയുന്നത് കാശ്മീരിൽ ഉണ്ടായ ഈ വലിയ വികസനവും അവിടെ സമാധാനം തിരിച്ചെത്തിയതുമെല്ലാമാണ്. പക്ഷേ അവരവരുടെ നാട്ടിലേക്ക് പോകാതെ ഇവർ ഇവിടെ തമ്പടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ആ ഗണത്തിൽ ഉൾപ്പെടുത്തുകയല്ല. ഇവിടെ സ്വന്തം നാട് പോലെ ഇവിടെ ജീവിക്കുന്ന ഒട്ടേറെ വ്യാപാരികളുണ്ട്. അവർക്കെല്ലാം അപമാനമാകുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികൾ നമ്മുടെ സമൂഹത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം അറിയണ്ടേ? ഇപ്പോൾ ബലദേവ് സച്ചിദാനന്ദൻ സൂചിപ്പിക്കുകയായിരുന്നു, ഈ സംഭവം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് വരണ്ടേ? ഇന്നലെ ജനം TV ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായല്ലോ. പക്ഷേ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അറിഞ്ഞിട്ടും ഇത് നടപടിയെടുക്കാതെ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ല എന്ന രീതിയിൽ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുന്നതിലെ രാഷ്ട്രീയമാണല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടത്? അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം പോലീസ് ഇത് അറിഞ്ഞിട്ടില്ല എന്നല്ല, പോലീസ് അറിയുകയും അവിടെ എത്തുകയും സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർമാർ അവിടെ ചെന്ന് ഇവരോട് നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഈ ഇസ്രായേൽ പൗരന്മാരോട് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് കൃത്യമായി അറിയാനും കേസെടുക്കാനും ഒക്കെ അറിയാമായിരുന്നല്ലോ മട്ടാഞ്ചേരിയിൽ വനിതകളായ പ്രത്യേകിച്ചും അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള, അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നവരാണ്, നാട് കാണാൻ വേണ്ടി തിരിച്ചു വന്ന കേരളവുമായി അഭേദ്യമായ ബന്ധമുള്ള ഇസ്രായേൽ പൗരന്മാരായ ജൂത സ്ത്രീകൾ അവരെ പാലസ്തീൻ അനുകൂലമായ ഒരു ബാനർ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായി. ആ പ്രദർശിപ്പിച്ച ബാനർ അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടുത്തെ ചില ഈ വിഘടനവാദ സംഘടനകൾ പ്രതിഷേധമുണ്ടാക്കുകയും അവിടെ പ്രകടനവും അവരെ കരാവോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുകയും അവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതെന്താ അവിടെ സ്വീകരിച്ചപ്പോൾ ഇവിടെ ഇതൊന്നും സ്വീകരിക്കണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചില മേഖലയിൽ സർക്കാർ കണ്ണടയ്ക്കുന്നു, ചില മേഖലയിൽ സർക്കാരിന് കണ്ണടയ്ക്കാൻ കൃത്യമായിട്ട് അറിയാം, എന്നാൽ ചില മേഖലയിൽ ആക്ട് ചെയ്യാനും കൃത്യമായിട്ട് അറിയാം. ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ, ഇവിടെ നമ്മുടെ ചുറ്റുമുട്ടും ഞാൻ ഇസ്രായേലിൽ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇസ്രായേലിൽ നമ്മുടെ ഒരു പാവം പെൺകുട്ടി സൗമ്യ, ഇടുക്കിക്കാരിയാണ്, സൗമ്യ കൊല്ലപ്പെട്ടു. ആ സൗമ്യയുടെ വീട്ടിൽ പോകുവാനും ആ സൗമ്യ ആശ്വസിപ്പിക്കുവാനും അവർ ഇസ്രായേലിൽ വെച്ചാണ് മരിച്ചത്. അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ വീട്ടിൽ പോകാനും നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രി പുങ്കവന്മാരൊന്നും തയ്യാറായില്ല. അനാഥമായിട്ടാണ് ആ പെൺകുട്ടിയുടെ ശവശരീരം ഇവിടെ എത്തിയതും അതിൻ്റെ കർമ്മങ്ങൾ നടത്തിയതുമൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, അത് നേരെ മറിച്ച് പാലസ്തീനിൽ വെച്ച് ഇതേപോലെ തന്നെ പാലസ്തീനിൽ വെച്ച് ഒരു മലയാളി കൊല്ലപ്പെട്ടാൽ ആഘോഷപൂർവമായി മുഖ്യമന്ത്രി ചെന്ന് എയർപോർട്ടിൽ ചെന്ന് അത് ഏറ്റുവാങ്ങുമായിരുന്നു. അപ്പോൾ നമ്മുടെ പൗരന്മാരെക്കാൾ കൂടുതൽ ഗൗരവവും പ്രാധാന്യവും വിദേശത്തുള്ള അല്ലെങ്കിൽ ചില വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ആ ചില വിദേശ രാജ്യങ്ങളിലുള്ള
ചില വിദേശ രാജ്യങ്ങളിലെ സംഘടനകളോടും ഇപ്പം നമുക്കറിയാം കോഴിക്കോട് ഹമാസിൻ്റെ നേതാവിനെ വിർച്വൽ മീറ്റിങ്ങിലൂടെ കൊണ്ടുവന്ന് കോഴിക്കോട് ഹമാസിൻ്റെ നേതാവ് പ്രസംഗിക്കുന്ന സാഹചര്യം, ഹമാസിൻ്റെ നേതാവ് കേരളത്തിൽ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കാരം നടത്തുന്ന സാഹചര്യം. ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ, നമ്മൾ ഇസ്ലാമിക സ്നേഹം കൊണ്ടാണെങ്കിൽ, ഞാൻ പറയട്ടെ, ഇസ്ലാമിക സ്നേഹം കൊണ്ടാണെങ്കിൽ നമ്മുടെ ഒരു പ്രസിഡന്റ്, നമ്മുടെ ഒരു മുൻ പ്രസിഡന്റ് മരിച്ചിരുന്നല്ലോ, APJ അബ്ദുൽ കലാം, 5 നേരം നിസ്കരിക്കുന്ന നല്ലൊരു മുസൽമാനായിരുന്നു അദ്ദേഹം, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാ നാനാജാതി മതസ്ഥരും ഇന്ത്യ ഒട്ടാകെ ഏറ്റവും ബഹുമാനത്തോടു കൂടി കണ്ടിട്ടുള്ള, ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവായ, ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രസിഡന്റുമാരിൽ ഒരാളായ, അതിലുപരി ഇന്ത്യയിലെ ഏറ്റവും ജനകീയനായ, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രസിഡന്റ് ഇന്ത്യയിലുണ്ടായിരുന്നു, APJ അബ്ദുൽ കലാം. അദ്ദേഹം മരിച്ചപ്പോൾ ഇവരാരും ഒരു മയ്യത്ത് നിസ്കാരം നടത്തി ഞാൻ കണ്ടില്ല. നമുക്ക് വിഷമം അതാണ്. ഈ തരംതിരിവ് പാടില്ല. ഈ മതേതരത്വം, ഇവിടെ കേരളത്തിൻ്റെ മതേതരത്വത്തിന് നമ്മൾ ഇട്ടേക്കുന്ന പേരതാണ് മതേതരത്വം. ആ മതേതരത്വം തന്നെയാണ് കുമളിയിലെ വിഷയത്തിലെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. കാരണം അത് ഭയമാണ്. ഇവിടെ ഏതൊരു വിഷയത്തിലും കൃത്യമായ നിയമത്തിനൊപ്പം തന്നെ നിലപാടെടുക്കാൻ സർക്കാരിന് ഭയമാണ്. ഇപ്പൊ മുനമ്പത്ത് എന്താ സംഭവിച്ചത്? മുനമ്പത്തെ വിഷയം എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് ഈ ഭയം വളരെ കൃത്യമായി വോട്ട് ബാങ്ക് തന്നെയാണ്. ശ്രീ ഷോൺ, അത് അങ്ങനെ ഭയപ്പെടുന്നത് ഈ ഒരു വോട്ട് ബാങ്കിനെ പേടിച്ചുകൊണ്ടാണ്. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരാം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ബാനർ കണ്ടതാണ്. വോട്ട് ബാങ്കിനെ പേടിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു ബാനർ കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിദ്യാർത്ഥിനി സംഘടനയുടെ ഒരു പരിപാടിയിൽ വെർച്വലായി പങ്കെടുക്കുന്നത്, ഓൺലൈനായി പങ്കെടുക്കാൻ വന്നത് ഹമാസിന്റെ ഒരു വക്താവാണ് എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ വന്നിരുന്നു. അത് പിന്നെ നടന്നോ എന്ന് അക്കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇത്തരത്തിൽ ഹമാസിന്റെ വക്താക്കളും എല്ലാം ഇവരുടെ സമ്മേളനങ്ങളിലെല്ലാം വരുന്നുണ്ട്, ഓൺലൈനായി വരുന്നുണ്ട്, പരസ്യമായും രഹസ്യമായും വരുന്നുണ്ട്. അത് ഇവിടുത്തെ ഇന്റലിജൻസ് ഏജൻസികളോ ഇവിടുത്തെ സംവിധാനങ്ങളോ ഒന്നും അറിയുന്നില്ല. വളരെ കൃത്യമായി IB അടക്കമുള്ള ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഒരു വോട്ട് ബാങ്കിനെ പേടിച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ പോലും ഇവിടെ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഇരട്ടത്താപ്പ്.